വിലക്കുറവും സെലക്ഷനും വാക്കുകളിലല്ല, നേരിട്ടറിയൂ. ഫ്രണ്ട്സ് ഫുട്വെയർ ആൻഡ് ബ്രാൻഡഡ് ഷോറൂം, അക്ഷയ കേന്ദ്രത്തിന് സമീപം, ചെമ്പനഴികം ബിൽഡിംഗ്, കുളത്തുപുഴ. 55-കാരന്റെ മൃതദേഹം കിണറ്റിൽ കണ്ടെത്തി. അഞ്ചൽ കുരുവിക്കോണം കുന്നുംപുറം സുജവിലാസത്തിൽ അനിൽകുമാറിന്റെ മൃതദേഹമാണ് കുടുംബവസ്തുവിലെ കിണറ്റിൽ നിന്നും കണ്ടെത്തിയത്. തിങ്കളാഴ്ച മുതൽ അനിൽകുമാറിനെ കാണാനില്ലായിരുന്നു. നിരവധി സ്ഥലങ്ങളിൽ തെരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. വീടിന് ചേർന്നുള്ള കിണറിന് സമീപം അനിലിന്റേതെന്ന് സംശയിക്കുന്ന ചെരുപ്പുകൾ കണ്ടെത്തിയതോടെയാണ് കിണറ്റിനുള്ളിൽ പരിശോധിക്കാൻ തീരുമാനിച്ചത്. വെള്ളം വറ്റിച്ച് നടത്തിയ പരിശോധനയിൽ മൃതദേഹം കിണറ്റിനുള്ളിലുണ്ടെന്ന് സ്ഥിരീകരിക്കുകയായിരുന്നു. പിന്നീട് അഞ്ചൽ പോലീസ് സ്ഥലത്തെത്തി പുനലൂരിൽ നിന്നും എത്തിയ ഫയർഫോഴ്സ് സംഘത്തിന്റെ സഹായത്തോടെ മൃതദേഹം പുറത്തെടുക്കുകയായിരുന്നു. മേൽ നടപടികൾ പൂർത്തിയാക്കിയ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. മരിച്ച അനിൽകുമാറിന്റെ ഉടമസ്ഥതയിലുള്ള നെടിയറയിലുള്ള വസ്തു ഈടുവെച്ച് സുഹൃത്തുക്കൾ ഉറുകുന്ന് സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും വായ്പ എടുത്തിരുന്നു. ഇതിൽ 3.25 ലക്ഷം രൂപയോളം മുടക്കം വന്നതിനെ തുടർന്ന് ബാങ്ക് അധികൃതർ വസ്തു ജപ്തി അടക്കമുള്ള നടപടികളിലേക്ക് നീങ്ങുകയും നോട്ടീസ് ഉൾപ്പെടെ പതിക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ മനോവിഷമമാണ് ആത്മഹത്യക്കിടയാക്കിയതെന്ന് സംശയിക്കുന്നുണ്ട്. നമ്മുടെ കുരുവിക്കോണം വാർഡിലാണ് ഇത് സംഭവിച്ചേക്കുന്നത്. നമ്മുടെ കുരുവിക്കോണം കുന്നുംപുറത്ത് ഒറ്റയ്ക്കാണ് വീട്ടിൽ താമസിക്കുന്ന പുള്ളിക്കാരൻ. എന്നാൽ ഇപ്പോൾ കുറച്ച് നാൾ കൊണ്ട് തൊട്ടടുത്തൊരു വീട്ടിലൊരു രോഗി, ഒരു പേഷ്യൻറ്റിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് ഞായറാഴ്ച പുള്ളിക്കാരൻ ഇറങ്ങിയതാണ്. അപ്പോൾ 3 ദിവസം കൊണ്ട് കാണുന്നില്ല. ഞായറാഴ്ച രാത്രി 11 മണിക്കും വീട്ടിലെ പുള്ളിക്കാരനുമായിട്ട് സംസാരിച്ച് തിങ്കളാഴ്ചയും കൂടെ കാണാതെ വന്നപ്പോൾ വീട്ടിൽ വന്ന് നോക്കിയപ്പോൾ കതവ് തുറന്ന് കിടക്കുന്നു. അപ്പം വിചാരിച്ച് പുറത്തോട്ടിറങ്ങിപ്പോയാണെന്ന്. എന്നാൽ ഇന്ന് രാവിലെ ഒരു 9 മണിയായപ്പോഴും വിളിച്ചിട്ട് എടുക്കുന്നില്ല. അങ്ങനെ അഞ്ചൽ എസ്ഐയുമായി ബന്ധപ്പെട്ട് സംസാരിച്ചതിന് ശേഷം അവർ തന്നെ ഇവിടെ ഒന്ന് നോക്കിയപ്പോൾ ഒരു ചെരുപ്പ് കിണറ്റിൻ്റെ അടുത്തിരിക്കുന്നതായിട്ട് കണ്ട് സംശയാസ്പദമായ രീതിയിൽ അപ്പോൾ തന്നെ മോട്ടറൊക്കെ കൊണ്ടുവന്ന് വെള്ളം പറ്റിച്ച് നോക്കിയപ്പോൾ അതിനകത്ത് ഉള്ളതായിട്ട് നമുക്ക് കണ്ട്. എന്നാലിപ്പോൾ വീട്ടിൽ വന്ന് നോക്കിയപ്പം കതകിൽ ഉറുകുന്ന് സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും പുള്ളിക്കാരൻ്റെ വസ്തു പണയപ്പെടുത്തി ജാമ്യം നിന്നതായിട്ടുള്ളൊരു നോട്ടീസ് രജിസ്ട്രാർ കൊണ്ടുവന്ന് ഒട്ടിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതുമായി ബന്ധപ്പെട്ടതാണോ എന്ന് നമുക്ക് സ്ഥിരീകരിക്കാൻ പറ്റത്തില്ല. പോസ്റ്റ്മോർട്ടത്തിനായിട്ട് ഇപ്പോൾ അതിൻ്റെ നടപടികളുമായി നീങ്ങുകയാണ്. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞതിന് ശേഷം എന്താണെന്ന് നമുക്ക് വ്യക്തമായി അറിയാൻ പറ്റും. അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത അഞ്ചൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. നാട്ടുവാർത്ത, അഞ്ചൽ.